രാഷ്ട്രീയ സ്ഥിരത എന്ന വലിയൊരു ക്വാളിറ്റിയുള്ള ആളാണ് കമലഹാസൻ. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഒരിടത്തും ജയിച്ചിട്ടില്ല. 2.5% വോട്ടാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ആകപ്പാടെ തമിഴ്നാട്ടിൽ കിട്ടിയത്. വലിയ മത്സരം നടക്കുന്നിടത്ത് എല്ലായിടത്തും പോയിട്ട് 2.5% മാത്രമാണ് വോട്ട്. പക്ഷേ രാഷ്ട്രീയ സ്ഥിരത, എപ്പോഴും ഇടതുപക്ഷക്കാരനാണ് എക്കാലവും, വലതുപക്ഷ വിരുദ്ധനാണ് എക്കാലത്തും. അതായത് അദ്ദേഹത്തെ പോലെ ഇടതുപക്ഷക്കാരനെന്ന് കാണിച്ചിരുന്ന പല സെലിബ്രിറ്റികളും നരേന്ദ്രമോദിയുടെ വമ്പൻ വരവോടെ അതിനുശേഷം അവർ തുടരുന്നുവെന്ന് കണ്ടതോടെ കാലിടറിയിട്ട് ഒരല്പമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങിയ കാലത്ത് പോലും കമലഹാസന് യാതൊരു വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അത് വളരെ ഒരു ആശയപരമായ അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള, വളരെ പ്രത്യയശാസ്ത്രപരമായുള്ള അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള, വലിയ വായനയും ലോകവീക്ഷണമൊക്കെ വെച്ചുകൊണ്ടുള്ള അടിത്തറയിൽ നിന്നുകൊണ്ടുള്ള വലതുപക്ഷ വിരുദ്ധതയും ഇടതുപക്ഷ അനുകൂല നിലപാടുമാണ് കമലഹാസനുള്ളത്. അദ്ദേഹം സംസാരിക്കുമ്പോഴൊക്കെ നമുക്കറിയാം, ഒരിക്കൽ പോലും അദ്ദേഹം അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ രാഷ്ട്രീയ സ്ഥിരതയുടെ മറ്റൊരു കാര്യം, അദ്ദേഹത്തോട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം മത്സരിക്കാതിരുന്നതിന് കാരണമായിട്ട് ഞാനിപ്പോൾ ഒരു ലേഖനത്തിൽ കണ്ടത്, DMKയുടെ ചിഹ്നത്തിൽ മത്സരിക്കാമോ എന്നൊരു സജഷൻ വന്നത്രേ. ഉദയസൂര്യനല്ലേ അവരുടെ ചിഹ്നം, ആ ചിഹ്നത്തിൽ മത്സരിക്കാമെന്ന്. പറ്റില്ല, എൻ്റെ ടോർച്ചിലാണെങ്കിൽ ഞാൻ മത്സരിക്കാമെന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് വായിച്ചു കേട്ടത്. അപ്പോൾ അങ്ങനെ സ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നൊരു പരിപാടിയിലേക്ക് കമലഹാസൻ പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുവരെ ഉണ്ടായിരുന്ന കമലഹാസനെ അല്ല, പക്ഷേ പാർലമെൻറ്റിലേക്ക് പോയാൽ കാണാനിടയുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും. അത് രാജ്യത്തിൻ്റെ തന്നെ രാഷ്ട്രീയത്തിൻ്റെ മേഖലയിൽ ഒരു സുപ്രധാനമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോകുന്നു എന്നാലോചിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, പ്രത്യേകിച്ച് താരതമ്യങ്ങൾ അങ്ങനെ മറ്റു തരത്തിലില്ലെങ്കിലും, ജോൺ ബ്രിട്ടാസിനെയാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ജോൺ ബ്രിട്ടാസ് പോയിട്ടാണ് ഇപ്പോൾ അവിടെ വലിയ ഇടതുപക്ഷത്തിൻ്റെ വളരെ ചെറിയ സാന്നിധ്യം മാത്രം പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ള ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും വലിയ വോയിസായിട്ട് ജോൺ ബ്രിട്ടാസ് അവിടെ മാറി ഇല്ലേ. അത് ജോൺ ബ്രിട്ടാസിൻ്റെ സവിശേഷമായിട്ടുള്ള കഴിവുകൊണ്ട് മാത്രമല്ല, വലതുപക്ഷം വല്ലാതെ ഇങ്ങനെ ആധിപത്യം പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്ത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുള്ള പ്രാധാന്യം കൊണ്ടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ സവിശേഷമായിട്ടുള്ള ഒരു ഓറ വരുന്നത്. മാത്രമല്ല, അത് അദ്ദേഹത്തിനുള്ള ആ ഡെലിവറി, അദ്ദേഹത്തിൻ്റെ ആ ഭാഷയിലുള്ള ഡെലിവറി, ജോൺ ബ്രിട്ടാസിൻ്റെ മുഖത്ത് കാണുന്ന വലിയ കോൺഫിഡൻസ് നമ്മൾ കഴിഞ്ഞ സാന്തിഷിൻ്റെ യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ കണ്ടല്ലോ. അത് തന്നെയായിരിക്കും അതേക്കാൾ കൂടിയ അളവിൽ ഒരുപക്ഷേ കമലഹാസൻ്റെ ഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത് എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. കാരണം 70 വയസ്സിൻ്റെ കമലഹാസന്, അദ്ദേഹം ഈ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെയറിൽ നിന്നുകൊണ്ട് പതിറ്റാണ്ടുകൾ കണ്ടുകൊണ്ടുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു 10-12 വയസ്സ് തൊട്ട് അദ്ദേഹം സിനിമയിലുണ്ട്, ചെറിയ പ്രായം തൊട്ട് സിനിമയിലുണ്ട്, വളരെ ടോപ്പ് ലെയറിലാണ്. സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്, പക്ഷേ അദ്ദേഹത്തിന് എല്ലാ ഭാഷയും ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുണ്ട്. വലിയ രാഷ്ട്രീയ ധാരണ, ലോകത്തെക്കുറിച്ച് അപ്പാടെ തന്നെയുണ്ട്, ഇടതുപക്ഷക്കാരോട് ഇവിടെയൊക്കെ വലിയ ബന്ധമുണ്ട്. അപ്പോൾ നല്ല ഭാഷയിൽ പാർലമെൻറ്റിൽ പോയിട്ട് ആ സവിശേഷമായിട്ട് ലോകത്തെവിടെ നിന്നുള്ള ആരാധകർക്കും കേട്ടാൽ ഉടൻ മനസ്സിലാകുന്ന ആ ശബ്ദത്തിൽ സംസാരിക്കാൻ ഉറച്ച രാഷ്ട്രീയ ജാഗ്രതയും പ്രത്യയശാസ്ത്ര അടിത്തറയുമുള്ളൊരു നേതാവ് അങ്ങോട്ടേക്ക് പോകുന്നു. പാർലമെൻറ്റ് സ്വാഭാവികമായിട്ടും കമലഹാസനെ പാർലമെൻറ്റിനകത്ത് കാണുക എന്നത് വളരെ രസകരമായൊരു കാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു.